മലയാളത്തിനായി ഒന്നമർത്തുക. ഏജൻസി നമ്പർ കോഡ് സഹിതം ടൈപ്പ് ചെയ്യുക. കൺസ്യൂമർ നമ്പർ എന്റർ ചെയ്യുക. ബുക്ക് ചെയ്യാൻ ഒന്നമർത്തുക. ഇങ്ങനെ അമർത്തി ശീലിച്ചു പോയതാണെങ്കിൽ ഇനി ചിലപ്പോ പണി പാളിഷ്ടാ. അറിയാതെ എങ്ങാനും ദാനം ചെയ്തു പോയാലോ. അമർത്താൻ പുതിയ നമ്പറൊക്കെ വന്നിട്ടുണ്ട്. റേഡിയോ 101.9 ഞാൻ നീന. ഇത് ടൈം പാസ്. പ്രധാനമന്ത്രി പരസ്യത്തിൽ വന്നിട്ട് ഗ്യാസ് സബ്സിഡി ദാനം ചെയ്യാൻ വേണ്ടി പറയില്ലേ, അതെങ്ങനെയാണെന്നറിയോ? ഇല്ല, എന്നാ ശ്രദ്ധിച്ചു കേട്ടോ. നമസ്കാരം, എന്റെ പേര് സന്തോഷ്. ഞാൻ ഒരു ഗ്യാസ് ഏജൻസിയുടെ മാനേജറാണ് സംസാരിക്കുന്നത്. ഇപ്പൊ ഗ്യാസ് ബുക്കിംഗിന്റെ സമയത്ത് ഉപഭോക്താക്കൾ എന്തോ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയണ്ടല്ലോ, ഒന്ന് വിശദീകരിച്ചു തരുമോ? ഇപ്പൊ പുതുതായിട്ട് ഓൺലൈൻ വഴി ഗ്യാസ് ബുക്കിംഗ് ചെയ്യുന്ന സംവിധാനത്ത് ഒരു അഡീഷണൽ ആയിട്ട് ഒരു സീറോ പ്രസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് സബ്സിഡി വേണ്ടാത്തവർക്ക് മാത്രമാണ് നമ്മൾ ഈ സീറോ പ്രസ് ചെയ്യേണ്ടത്. അല്ലാത്തവർ ഈ സീറോ ഒരിക്കലും പ്രസ് ചെയ്യില്ല. കാരണം ഇത് പ്രസ് ചെയ്താൽ നമുക്ക് സബ്സിഡി വേണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഓൺലൈൻ വഴി ഗ്യാസ് ബുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ പഴയ പോലെ തന്നെ ഡിജിറ്റ് 1 അമർത്തിയാൽ മതി. പഴയ പോലെ തന്നെ ഗ്യാസ് ബുക്കിംഗ് ആയിക്കോളും. അബദ്ധത്തിൽ ഞെക്കിപ്പോയതാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ബൈ മിസ്റ്റേക്ക് സീറോ അമർത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് സബ്സിഡി വീണ്ടും തിരിച്ചെടുക്കണമെങ്കിൽ അവർ അതായത് അവരുടെ ഏജൻസി ചെന്ന് ആപ്ലിക്കേഷൻ കൊടുത്ത് അത് റിവേഴ്സ് ചെയ്താൽ മതി. ഈ ഗ്യാസ് ബുക്ക് ചെയ്യാൻ ഒന്നമർത്തുക എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് എത്തുമ്പോഴാണോ സബ്സിഡി സറണ്ടർ ചെയ്യാനുള്ള 0 ഓപ്ഷൻ ഞെക്കാൻ പറയുന്നത്? എവിടെയായിട്ട് വരും ഇത്? ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫോൺ ബെല്ലടിക്കുമ്പോഴേ അവർ ചോദിക്കുന്നത് ഈ സീറോ പ്രസ് ചെയ്യണമെന്നാണ്. അപ്പം ബൈ മിസ്റ്റേക്ക് ഒത്തിരി നമ്മുടെ ലേഡീസും ആണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആദ്യമേ അവർ സീറോ പ്രസ് ചെയ്ത് പോകും. അപ്പൊ അത് ഒരിക്കലും ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം നമ്മൾ വേണ്ടോ തീരുമാനിച്ചിട്ട് നമ്മൾ സീറോ ആണോ അതോ 1 ആണോ ബുക്കിംഗ് ചെയ്യുന്നതിന്റെ അത് ചെയ്താൽ മതി. സീറോ പ്രസ് ചെയ്ത് നമ്മൾ സബ്സിഡി ദാനം ചെയ്യുവാണെങ്കിൽ എത്ര രൂപയായിരിക്കും നമുക്ക് നഷ്ടപ്പെടുക? സബ്സിഡി ഏകദേശം 190 രൂപ 180 രൂപ അടുത്തോളം നമുക്ക് സബ്സിഡി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വരും. അപ്പൊ അത് വേണ്ടെന്ന് ഉദ്ദേശിക്കുവാണെങ്കിൽ നമുക്കത് സീറോ പ്രസ് ചെയ്ത് അങ്ങ് ഓഫ് ചെയ്ത് കളയാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. നമുക്ക് സബ്സിഡി വേണ്ടെന്ന് മാത്രം തോന്നുവാണെങ്കിൽ നമ്മൾ സീറോ പ്രസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ പഴയ പോലെ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു സന്തോഷ്. അപ്പൊ കേട്ടല്ലോ, 0 അമർത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. രക്തദാനം, മഹാദാനം, അന്നദാനം, ജീവദാനം, അന്നം ഉണ്ടാക്കാനുള്ള ഗ്യാസ് ദാനം, അതൊക്കും മേലോട്ട് പോകുന്ന കാര്യം പക്ഷെ വീട്ടുകാരോട് ഡിസ്കസ് ചെയ്തിട്ട് ദാനിച്ചാൽ മതി. ഓക്കേ.